അപ്പോൾ ഞാൻ ഓൾട്ടർനേറ്റീവ്ലി ചിന്തിച്ചു. അഞ്ജൻ ഈ പറഞ്ഞ അതേ പോയിന്റിൽ ഞാൻ ചിന്തിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലെയൊക്കെ ഒരാൾക്ക് രാവിലെ എണീക്കുക, കുളിക്കുക, അങ്ങോട്ട് പോവുക, തിരിച്ചു വരിക, കിടന്നുറങ്ങുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഭയങ്കര ഫാൻറ്റസി വേൾഡ് ജീവിക്കുന്ന ഒരാളാണ്. ഭയങ്കര ഫാൻറ്റസീസ് ഉള്ള ഒരാളാണ്. എനിക്ക് പോകാൻ തോന്നിയ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് പോകണം. അത് ഞാൻ എൻ്റെ വീട്ടുകാരോട് പോലും പെർമിഷൻ ചോദിക്കാറില്ല. പക്ഷേ ആ ഒരു ലൈഫിനെ ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഓൾട്ടർനേറ്റീവ്ലി ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ ലൈക്ക് എന്താ പറയുക, ഇൻഫ്ലുവൻസർ, അത് ഞാൻ പതുക്കെ ബിൽഡ് ചെയ്ത് വരുന്നതിൻ്റെ ഉദ്ദേശവും ഒരു പരിധി വരെ അത് തന്നെയാണ്. നാളെ ഒരു സമയത്ത് സീരിയൽ ഇല്ലാണ്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻകം വേണമല്ലോ. കാരണം നമ്മൾ ഈ ഇവൻറ്റ്സിൽ ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന ഇവൻറ്റ്സിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ നമുക്ക് എല്ലാ മാസവും വർക്ക് കാണില്ല. അപ്പം പക്ഷേ സംഭവിച്ചാൽ ഒരു വർക്ക് കിട്ടിയാൽ മതി, അത്രയും മാർജിനുണ്ട്. അപ്പം നമ്മളപ്പോൾ ആലോചിക്കണമെന്ന് വെച്ചാൽ നമ്മളെ കൂടെ പഠിച്ചവരൊക്കെ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് കിട്ടുന്ന സെയിം സാലറി നമുക്ക് ഒരു വർക്ക് കൊണ്ട് കിട്ടും. അപ്പോൾ 12 മാസത്തിൽ നമ്മൾ 12 ദിവസം വർക്ക് ചെയ്താൽ മതി. അങ്ങനെ കിട്ടിയ ഭാഗ്യം. അല്ല, അത് ലക്കാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്നത്, പക്ഷെ അതാണ് ലൈഫ് എന്ന് നമുക്ക് തോന്നി തുടങ്ങി. ഉറപ്പായിട്ടും ആണ്.